ഈ നവകേരള സദസ്സിൻ്റെ ഉദ്ദേശം വളച്ചുകെട്ടില്ലാതെ ഋജുവായി നേരെ പറഞ്ഞാൽ രണ്ടാണ്. ഒന്ന്, കേരളത്തിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരവാദിത്വമുള്ളൊരു ഗവൺമെന്റ് എന്ന നിലയിൽ അവതരിപ്പിക്കുക. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കിത് വിലയിരുത്താം. ഞങ്ങളെ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ, നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണോ എന്ന കാര്യം നിങ്ങൾക്ക് വിലയിരുത്താം. ചെയ്ത കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പൊരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളിയും തടസ്സവും പ്രതിബന്ധവും കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതും ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട്. കാരണം ജനങ്ങളാണ് ഈ ഗവൺമെന്റിനെ അധികാരത്തിലേറ്റിയത്. ജനങ്ങൾക്ക് പ്രകടന പത്രികയിലൂടെ ഒരു വാഗ്ദാനം ഈ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പാലിക്കുന്ന കാര്യം, അതിലെ പുരോഗതി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ LDF സർക്കാർ അധികാരത്തിലേറ്റിയ ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ട് 2016 മുതൽ എല്ലാ വർഷവും അവതരിപ്പിക്കാറുണ്ട്. 2016 പ്രകടന പത്രിക 600 ഇനങ്ങൾ അടങ്ങിയതായിരുന്നു. ആ 600 ഇനങ്ങളിൽ 5 കൊല്ലം കൊണ്ട് 570 കാര്യങ്ങൾ പൂർത്തിയാക്കി, 30 കാര്യങ്ങൾ ബാക്കിയുണ്ട്. സത്യസന്ധമായി ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അത് തന്നെ ഇന്ത്യയിലൊരു പുതിയ അനുഭവമായിരുന്നു എന്നോർക്കണം. നമ്മുടെ രാജ്യത്തെ അനുഭവം എന്താണ്? പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. വോട്ട് ചെയ്തവരും അതിനെക്കുറിച്ച് ഓർക്കാറില്ല, അധികാരത്തിലേറിയവർ തീരെ ഓർക്കാറില്ല എന്നതായിരുന്നു അതുവരെയുള്ള അനുഭവം. അപ്പോഴാണ് ഒരു ഗവൺമെന്റ് പ്രകടന പത്രികയെക്കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിച്ചത്. ഇതാ, ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ മറന്നുപോയാലും ഗവൺമെന്റ് മറന്നുപോയില്ല. ജനങ്ങളെ ഗവൺമെന്റ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇത്ര കാര്യങ്ങൾ ഈ വർഷം തുടക്കം കുറിച്ചു. അടുത്ത വർഷം പറഞ്ഞു ഇത്ര കാര്യങ്ങൾ കൂടി ഈ വർഷം തുടക്കം കുറിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 600-ൽ 570 ഞങ്ങൾ നടപ്പിലാക്കി, 30 എണ്ണം ഞങ്ങൾക്ക് നടപ്പിലാക്കാനായിട്ടില്ല. സുതാര്യതയുടെ, സത്യസന്ധതയുടെ ഒരു പുതിയ ഭരണ മാതൃകയായി ഒന്നാം LDF ഗവൺമെന്റ് മാറി. അതുകൊണ്ടാണ് വീണ്ടും ജനങ്ങൾ LDFനെ അധികാരമേൽപ്പിച്ചത്. രണ്ടാമത്തെ തവണ 900 ഇനങ്ങൾ അടങ്ങിയ പ്രകടന പത്രികയാണ് മുന്നോട്ട് വെച്ചത്. 900 ഇനങ്ങളാണ്. കഴിഞ്ഞ മെയ് മാസത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗവൺമെന്റ് പറഞ്ഞു 900 കാര്യങ്ങളിൽ 271 എണ്ണത്തിന് തുടക്കം കുറിച്ചു. ഇങ്ങനെ പ്രകടന പത്രികയെക്കുറിച്ച് ഗവൺമെന്റ് നിരന്തരമായി ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഇവിടെ നിന്നൊന്ന് ഒന്ന് മറയുന്ന നന്നായിരിക്കും. ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് ചർച്ച ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആവാം. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം ചെയ്യാനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണ് എന്നും അവതരിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത? നേരത്തെ പറഞ്ഞതാണ്, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇത് കേവലമായ അവകാശവാദമല്ല, വെറും വാചകമടിയല്ല. എനിക്ക് മുമ്പുള്ള മന്ത്രിമാർ ഉദാഹരണ സഹിതം ഇവിടെ പറഞ്ഞു. നാഷണൽ ഹൈവേ 2016 ഉപേക്ഷിച്ചു പോയതാണ്. ഒരിക്കലും കേരളത്തിൽ നടക്കില്ലെന്ന് കരുതിയതാണ്. ഇപ്പോൾ 45 മീറ്ററിൽ അതിവിശാലമായി നാഷണൽ ഹൈവേയുടെ പണി
അത്ഭുതകരമായ വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 2025 മാർച്ച് മാസത്തിൽ നാഷണൽ ഹൈവേ പൂർത്തിയാകുമ്പോൾ അത് ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന പദ്ധതിയായിട്ട് മാറും. കേരളത്തെ അടിമുടി മാറ്റിമറിക്കുന്ന ഒന്നായിട്ടത് മാറും. നാഷണൽ ഹൈവേയുടെ അത് നടുവിലൂടെയാണ് നാഷണൽ ഹൈവേ എങ്കിൽ ഒരു വശത്തുകൂടെ മലയോര ഹൈവേ, വേറൊരു വശത്തുകൂടി തീരദേശ ഹൈവേ, രണ്ടിന്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വെള്ളത്തിലൂടെ ജലപാത, ദേശീയ ജലപാത, ബേക്കലിൽ നിന്ന് കോവളത്തേക്ക് ജലപാത. ഈ വൻകിട പദ്ധതികളെല്ലാം ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോ കേന്ദ്ര ഗവൺമെന്റോ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ചിന്തിക്കുകയും അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുകയും ചെയ്യുകയാണ്. ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും പ്രത്യേകത എന്താണ്? ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ കാലമാണ്. അറിവാണ് മൂലധനം. അറിവാണ്. ആ അറിവ് മൂലധനമാകുന്ന കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും വിജ്ഞാനവും സൃഷ്ടിക്കുന്ന പുതിയ തൊഴിലവസരങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുള്ള അടിത്തറയൊരുക്കി കഴിഞ്ഞു. അതിന്റെ കൂടെയാണ് കെ ഫോൺ. ഇന്റർനെറ്റ് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. കോവിഡ് കാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു, പഠിക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. ക്ലാസ് മുറികൾ ഡിജിറ്റൽ ക്ലാസ് മുറികളായിട്ട് മാറി. യോഗം ചേരണമെങ്കിൽ ഓൺലൈൻ യോഗങ്ങളാണ്. ജോലി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഓൺലൈനായിട്ടാണ് ജോലി ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം അല്ലേ? അങ്ങനെ വരുമ്പോഴോ ഇന്റർനെറ്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യമായിട്ട് മാറി. ഹൈവേ പോലെ തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഹൈവേ പോലെ തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് ഹൈവേ ഒരു അനിവാര്യതയായിട്ട് മാറി. കേരളം കെ ഫോൺ ആവിഷ്കരിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പൊതുമേഖലയിൽ ഇന്റർനെറ്റ് മിതമായ നിരക്കിൽ കൊടുക്കാൻ കെ ഫോൺ പോലൊരു സംവിധാനം ആവിഷ്കരിച്ചത്. കെ ഫോൺ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങി. അപ്പോ വിജ്ഞാന സമ്പദ്ഘടനയുടെ അടിത്തറയൊരുക്കലാണ് കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനത്തിന്റെയും ബഹുകാതം മുമ്പിലാണ് കേരളം അക്കാര്യത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം 2016 മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളാണ്. നമ്മളാരും ചിന്തിക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ 2016 ശേഷമുള്ള 7 വർഷം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. ഇവിടെ പറഞ്ഞു കാണും, കഴിഞ്ഞ 7 വർഷം കൊണ്ട് LDF ഗവൺമെന്റ് സാമൂഹിക ക്ഷേമ പെൻഷനായി ആളുകളുടെ കയ്യിലെത്തിച്ച തുകയുടെ വലിപ്പം കേട്ടാൽ നാം അത്ഭുതപ്പെടും. അത് 57,603 കോടി രൂപയാണ്. 57,603 കോടി. അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 5 കൊല്ലം കൊണ്ട് പെൻഷൻ കൊടുത്ത തുക 9,011 കോടി. 9,011 കോടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുത്തത് LDF സർക്കാരിന്റെ കാലത്ത് ശ്രീ പിണറായിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തത് 57,603 കോടി രൂപയാണ്. 6 ഇരട്ടിയാണ് പെൻഷൻ വിതരണം ചെയ്തതിലുണ്ടായിട്ടുള്ള വർധനവ് എന്നത്. അതുപോലെയാണ് ലൈഫ്. 4,90,000 പേർക്കാണ് ലൈഫിൽ വീട് കൊടുത്തിട്ടുള്ളത്. 4,90,000 പേർക്ക് 4 ലക്ഷം രൂപ വീതം. എത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്? 72,000 മാത്രം. പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ 1.5 ലക്ഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക വീട് വെക്കാൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. 4 ലക്ഷം സാധാരണക്കാർക്ക്, ആദിവാസി വനത്തിനകത്തുള്ളവർക്ക് 6 ലക്ഷം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 4 ലക്ഷവും 6 ലക്ഷവും ഒക്കെ സർക്കാർ വീട് വെക്കുന്നതിന് സഹായം കൊടുക്കുന്ന കാര്യം സങ്കല്പിക്കാൻ കഴിയുമോ ഈ കേരളത്തിലല്ലാതെ? അങ്ങനെ കൊടുത്തത് 1, 2, 10, 100 പേർക്കല്ല, 4,90,000 പേർക്ക്. അതിൽ 3,65,000-ലധികം വീടുകൾ പണി പൂർത്തിയായി കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 3,65,279 വീടുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഈ കൊല്ലത്താണ് കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി 20,000 വീടുകൾ കേരളത്തിൽ താക്കോൽ കൊടുക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. പക്ഷേ വിചിത്രമായൊരു കാര്യം പറയട്ടെ, 20,000 വീടുകൾ കേരളത്തിൽ താക്കോൽ ദാനം നിർവഹിക്കുന്നതിന്റെ ഉദ്ഘാടനം സംസ്ഥാന മുഖ്യമന്ത്രി നിർവഹിച്ചതിന്റെ പിറ്റേ ദിവസം കേരളത്തിലെ പ്രധാന പത്രങ്ങളിലൊന്നും ആ വാർത്തയോ പടമോ ഉണ്ടായിരുന്നില്ല.
അപ്പൊ ഞാനന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഇത് നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്. ആ സമയത്ത് അരിക്കൊമ്പൻ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നലെ ഗവർണർ നിറഞ്ഞു നിന്നതുപോലെ അന്ന് അരിക്കൊമ്പൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഏറെക്കുറെ രണ്ടുപേരെ പ്രകൃതത്തിലായിരുന്നു. അപ്പോ അരിക്കൊമ്പനാണ് വാർത്തകളിൽ മുഴുവൻ. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നമുക്ക് ഉദ്ഘാടനത്തിന് തമാശയായിട്ട് അരിക്കൊമ്പന്റെ ഒരു എഴുന്നള്ളത്ത് കൂടി വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർ വാർത്തയും പടവും കൊടുത്തേനെ, അല്ലെങ്കിൽ കൊടുക്കില്ല. വിമർശനം വന്നപ്പോഴാണ് മൂന്നാമത്തെ ദിവസമാണ് വാർത്ത കൊടുത്തത്, അതും ഉള്ളിലെ പേജിൽ. മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു വന്നത് ലൈഫ്, സാമൂഹ്യക്ഷേമ പെൻഷൻ, ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ പേര് കേരളത്തിൽ LDF ഗവൺമെന്റ് എന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യം, വിവാഹാനുകൂല്യം, മക്കൾക്ക് പ്രസവാനുകൂല്യം, മക്കളുടെ വിവാഹാനുകൂല്യം, മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം, പരിക്ക് പറ്റിയാൽ സഹായം, ചികിത്സാ സഹായം, ഇതെല്ലാം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്താണുള്ളത്? കേരളത്തിൽ. പക്ഷേ അപ്പൊ എന്ത് ചെയ്തു? കേരളത്തിലെ സംഘപരിവാറിന്റെ സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകൾ ഈ കേരള സർക്കാർ കൊണ്ടുവന്ന ക്ഷേമനിധിയുടെ കൂടെ മോദിയുടെ ഒരു ചിത്രം കൂടി വെച്ചിട്ട് നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ മോദി സർക്കാരിന് അഭിവാദ്യങ്ങൾ. വ്യാജ വാർത്ത. ക്ഷേമനിധിയുടെ വാർത്ത കൊടുത്ത മാതൃഭൂമിക്ക് പറയേണ്ടി വന്നു, അത് കേരള സർക്കാരിൻ്റെതാണ്, കേന്ദ്രത്തിനൊരു പങ്കുമില്ല, അത് വ്യാജ വാർത്തയാണ്. ഇന്ത്യ ടുഡേയും പറഞ്ഞു അത് വ്യാജ വാർത്തയാണ്. നാം നടപ്പാക്കുന്നു, കേന്ദ്രം അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ ശ്രമിക്കുന്നു. 72,000 രൂപ മാത്രം ലൈഫിലെ ഗുണഭോക്താക്കൾക്ക്, അതും വളരെ കുറച്ചു പേർക്ക് മാത്രം. കേരളത്തിൽ ലൈഫിൽ 4,90,000 പേർക്ക് വീട് കൊടുക്കുമ്പോൾ കേന്ദ്രം തന്നത്, PMAYയിൽ തന്നത് 32,171 പേർക്കാണ് 72,000. എന്നിട്ട് അവർ പറഞ്ഞു എല്ലാ വീടിന്റെ മുമ്പിലും എന്ത് വെക്കണം? പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്ന്. പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം വെക്കുമ്പോൾ ആ വീട്ടിൽ കഴിയുന്നവർക്കുണ്ടാവുന്ന ഒരു അപകർഷത ദാനം കിട്ടിയ വീട്ടിൽ കഴിയുന്നവർ എന്നതായിരിക്കും. 4,90,000 പേർക്ക് 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ കൊടുത്തൊരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ചിത്രം ഒരു വീട്ടിന്റെയും മുമ്പിൽ ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം മനുഷ്യന്റെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും വില കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. അതുകൊണ്ട് ചിത്രം വെക്കാൻ സാധ്യമല്ല. നാം നിലപാടെടുത്തു. അപ്പൊ ചിലർ പറഞ്ഞു, നമ്മൾ നമ്മുടെ നാട്ടിൽ പണ്ടേ ഒരു ശീലമുണ്ടല്ലോ, ഈ വീട് വെക്കുന്ന സമയത്ത് ഒരു സാധനം ഉണ്ടാക്കി വെക്കും അല്ലേ? പലരും വിശ്വാസപ്രകാരം ചെയ്യുന്നതാണ്. ആ മട്ടിൽ വേണമെങ്കിൽ വെക്കാം എന്ന് ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു വിമർശനം കണ്ടു. ഗവൺമെന്റ് പറഞ്ഞു ഒരാളുടെയും ചിത്രം വെക്കില്ല, മുഖ്യമന്ത്രിയുടെയും ഇല്ല, പ്രധാനമന്ത്രിയുടേതുമില്ല, ഒരു ലോഗോയും വെക്കില്ല. കാരണം ഇതവരുടെ അവകാശമാണ്, ദാനം കിട്ടിയ വീട്ടിൽ കഴിയുന്നവരല്ല. ഇതെല്ലാം എപ്പോഴാണ് ചെയ്യുന്നത്? ദേശീയപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ജലപാതയും ഡിജിറ്റൽ സയൻസ് പാർക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോയും അതുപോലെ സാമൂഹിക ക്ഷേമ പെൻഷൻ 1,600 രൂപ 64 ലക്ഷം പേർക്ക് കൊടുക്കുന്നത്, 4,90,000 പേർക്ക് വീട് കൊടുത്തത്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയത്, വിഴിഞ്ഞം പദ്ധതി അസാധ്യമെന്ന് കരുതിയ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്, ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കിയത്, ഈ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ എല്ലാം നടപ്പാക്കിയത് എപ്പോഴാണെന്നറിയോ? കേരളം സമാനതകളില്ലാത്ത സാമ്പത്തിക ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. എന്താണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം? ശ്രീ ആന്റണി രാജു പറഞ്ഞു, 57,400 കോടി രൂപയാണ് ഈ വർഷം മാത്രം കേരളത്തിന്റെ വിഹിതം വെട്ടിച്ചുരുക്കിയത്. 57,400 കോടി രൂപയാണ്. ഞങ്ങളിത് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യം അവഗണിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നവകേരള സദസ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് മാധ്യമങ്ങളുടെ ഇടനിലയില്ലാതെ, മാധ്യമങ്ങളുടെ മധ്യവർത്തിത്വമില്ലാതെ നാം നേരിട്ട് ഗവൺമെന്റ് ജനങ്ങളിലേക്ക് എത്തുകയും ഈ യാഥാർത്ഥ്യങ്ങൾ, കണക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മാധ്യമങ്ങളും ചിലത് പറയാൻ നിർബന്ധിതമായി. കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമയുടെ വാർത്ത 1-ാം പേജിൽ വരേണ്ട വാർത്തയാണ്. 1-ാം പേജിലില്ല, ഉള്ളിലെ പേജിലാണ്, കൊടുക്കാൻ നിർബന്ധിതമായതാണ്. എന്താണ് വാർത്ത? വാർത്ത കേന്ദ്ര സർക്കാർ പട്ടികയും കൊടുത്തിട്ടുണ്ട്, വിശദമായ പട്ടികയും കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം 2021-22 57,302 കോടി,
2022-23 46,490 കോടി കുറഞ്ഞു. ഈ വർഷം 2023-24 39,216 കോടി വീണ്ടും കുറഞ്ഞു. അപ്പൊ ഏതാണ്ട് 20,000 കോടിയുടെ കുറവ് നികുതിയിൽ മാത്രം ഉണ്ടായി എന്ന് മലയാള മനോരമ തന്നെ നവകേരള സദസ്സ് പകുതി പിന്നിട്ടപ്പോൾ വാർത്ത കൊടുക്കേണ്ടി വന്നു. ഇത്രകാലം കൊടുക്കാതെ മറച്ചുവെച്ചവരാണ്. ഇത്രകാലം ഇതൊരു പ്രധാന വാർത്തയായിരുന്നില്ല. നികുതിയിൽ മാത്രം 20,000 കോടി രൂപയുടെ കുറവ് കേരളത്തിന് ഉണ്ടായി എന്ന് അവർ സമ്മതിക്കുകയാണ്. ഒന്നാം പേജിലൊന്നും കൊടുത്തില്ലെങ്കിലും അവർക്ക് ആ വാർത്ത കൊടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? ഈ കണക്കുകൾ ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ജനങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യും, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയാകാത്തത് എന്ന ചോദ്യം വരും. നോക്കൂ, ഇത്രയും കാലം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷം പറയുന്നത് എന്താണ്? കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കേന്ദ്രം കുറ്റവാളിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന കേന്ദ്രത്തെ ന്യായീകരിക്കുകയും കേരളത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ മനോരമ തന്നെ വീണ്ടും ഉദ്ധരിക്കാം. പ്രതിപക്ഷത്തിന് പ്രിയപ്പെട്ട പത്രമായതുകൊണ്ടാണ് ഞാൻ അത് ഉദ്ധരിക്കുന്നത്. ദേശാഭിമാനി എന്റെ കൈവശമുണ്ട്. അപ്പൊ ചോദിക്കും, അത് ദേശാഭിമാനിയല്ലേ എന്ന്. പ്രതിപക്ഷത്തിനൊക്കെ പ്രിയപ്പെട്ട പത്രമാണല്ലോ. കണക്കെടുക്കാം. എന്താണ് മലയാള മനോരമ പറയുന്നത്? ചെലവിൽ കർശന നിയന്ത്രണം കൊണ്ടുവന്നതിനാൽ 18,685 കോടി സർക്കാരിന് ലാഭിക്കാനായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ രഹസ്യവും CAG-യുടെ കണക്കിലുണ്ട്. മനസ്സിലായോ? മനോരമ രഹസ്യം കണ്ടുപിടിച്ചു. എന്താണ് രഹസ്യം? സർക്കാർ മെച്ചപ്പെട്ട പ്രകടനം നടത്തി. എപ്പോ? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ മെച്ചപ്പെട്ട പ്രകടനം നടത്തി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ രഹസ്യവും CAG-യുടെ കണക്കിലുണ്ട്. എന്താണ്? കർശന ചെലവ് ചുരുക്കൽ നടത്തി. എന്താ പ്രതിപക്ഷം പറയുന്നത്? പ്രതിസന്ധിയുടെ കാരണം ധൂർത്താണ് എന്നാണ്. പ്രതിസന്ധിയുടെ കാരണം കേരളത്തിലെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നാണ്. അറിയാതെ വരികൾക്കിടയിൽ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും പറയേണ്ടി വരുന്നു, കർശന ചെലവ് ചുരുക്കൽ ഈ സർക്കാർ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, അതിലൂടെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഇതാ വീണ്ടും പറയാണ്, കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാനായത് നികുതി അടക്കമുള്ള വരുമാനങ്ങളിൽ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പ്രാഥമിക കണക്ക്. മനസ്സിലായോ? കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടാണ് പ്രതിസന്ധി ഉണ്ടായത്. കേന്ദ്രം കഴുത്തറപ്പൻ വെട്ടുവെട്ടിയത് കൊണ്ടാണ്, കടും വെട്ടുവെട്ടിയത് കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് പ്രതിസന്ധി ഉണ്ടായത്. എന്നിട്ടും സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് രണ്ട് കാര്യം കൊണ്ട്. ഒന്ന്, സ്വന്തം നികുതി വരുമാനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, ലക്ഷ്യമിട്ടത് കൈവരിക്കാൻ കഴിഞ്ഞു. രണ്ട്, കർശനമായ ചെലവ് ചുരുക്കൽ നടത്തി. അങ്ങനെ നടത്തിയിട്ടാണ് സർക്കാർ കാര്യങ്ങൾ മുടക്കമില്ലാതെ കൊണ്ടുപോകുന്നത്. പക്ഷേയോ കേന്ദ്രം കൂടുതൽ കൂടുതൽ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ സംസ്ഥാന സർക്കാരിന്, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചതിനെതിരായി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, ഫെഡറൽ ചരിത്രത്തിൽ, ഭരണഘടനാ ചരിത്രത്തിൽ, നീതിന്യായ ചരിത്രത്തിൽ നിർണായകമായി തീരാവുന്ന ഒരു നീക്കം കേരള സർക്കാർ നടത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച. ആ കേസ് ഫയൽ ചെയ്തതിന്റെ കൂടി പ്രകോപനമാണ് ഗവർണറുടെ പ്രകടനങ്ങളിൽ നമ്മൾ കാണുന്നത് എന്നോർക്കണം. കാരണം സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസ് വരുമ്പോൾ അത് കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കും. അതുകൊണ്ട് കേന്ദ്രം അയഞ്ഞു. നമ്മുടെ നവകേരള സദസ്സ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കൂടെ സുപ്രീം കോടതിയിൽ കേസ്. ഒരു ഭാഗത്ത് നിയമയുദ്ധം, മറുഭാഗത്ത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടം. ഇത് രണ്ടുമാണ് കേരളത്തിലെ സർക്കാർ ആസൂത്രണം ചെയ്തത്. അപ്പോഴോ അയഞ്ഞു. എന്താണ് ഉണ്ടായ മാറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. കേരളത്തിന്റെ കടത്തിന്റെ പരിധി വെട്ടിക്കുറച്ചത് ഇളവ് വരുത്തി കേന്ദ്ര ഗവൺമെന്റ്. കാരണം രണ്ട് ഭാഗത്തു നിന്നും ചോദ്യം വരാൻ തുടങ്ങി. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദ്യം വരാൻ തുടങ്ങി, സുപ്രീം കോടതിയിൽ നിന്ന് ചോദ്യം വരും. അതുകൊണ്ട് അവര് നേരത്തെ വെട്ടിക്കുറച്ചതിൽ അല്പം ഇളവ് വരുത്തി. 3,140 കോടി രൂപ അധികമായി കടമെടുക്കാൻ അനുവാദം കൊടുത്തു. കേന്ദ്രത്തിന് ഇഷ്ടം പോലെ കടമെടുക്കാം.
കേന്ദ്രത്തിനോട് ആരും ചോദിക്കാനില്ല, അതിന് മുകളിൽ ആരും ഇല്ലല്ലോ, അവരോട് ആരും ചോദിക്കാനില്ല. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യയുടെ കടം 55 ലക്ഷം കോടി, ഇപ്പോൾ ഇന്ത്യയുടെ കടം 156 ലക്ഷം കോടി. അതായത് 9 വർഷം കൊണ്ട് 101 ലക്ഷം കോടി അധികം കടഭാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് സംസ്ഥാനത്തോട് കടമെടുക്കരുത് എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ കടം ദേശീയ വരുമാനത്തിന്റെ 59%. അതായത് 100 രൂപ കേന്ദ്രത്തിന് വരുമാനമുണ്ടെങ്കിൽ 59 രൂപ കടമാണ്. കേരളത്തിന്റെ എത്ര അനുപാതം? അത് 36ആണ്. 100 രൂപ കേരളത്തിന് വരുമാനമുണ്ടെങ്കിൽ നമുക്ക് 36 കടമുള്ളൂ. കേന്ദ്രത്തിനോ 100 രൂപയിൽ 59 രൂപയും കടമാണ്. ആ കേന്ദ്രമാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ കടമെടുക്കരുത്, കാരണം അവർക്ക് അടുപ്പിലുമാകാം എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഇഷ്ടം പോലെ കടം വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം. ആ കേന്ദ്രം കേരളത്തോട് കടമെടുക്കരുത് എന്ന് പറയുന്നത്. കേരളം കടമെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയല്ല, നേരത്തെ പറഞ്ഞ വൻകിട പദ്ധതികൾക്ക് വേണ്ടിയാണ്. ദേശീയപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഡിജിറ്റൽ സയൻസ് പാർക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും K-ഫോണും പോലുള്ള വൻകിട പദ്ധതികൾ, ലോക നിലവാരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പണം വേണം. അതിനാണ് കടമെടുക്കുന്നത്. അങ്ങനെ കടമെടുത്ത് നിക്ഷേപിച്ചാൽ അത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തും. ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കുമ്പോൾ, ദേശീയപാത വികസിക്കുന്ന സമയത്ത്, അതിവേഗത്തിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സമയത്ത്, മലയോര ഹൈവേ പോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് നിക്ഷേപത്തെ ത്വരിതപ്പെടുത്തും, സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തും, വരുമാനം വർദ്ധിപ്പിക്കും. ആ വരുമാനം കൊണ്ട് കടം തിരിച്ചടയ്ക്കാൻ കഴിയും. കടമെടുക്കുന്നത് മുഴുവൻ മോശമായ കാര്യമല്ല, കടം എന്തിനു വിനിയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. കടം ഭാവിയിലെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള നിക്ഷേപമായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ കടം വരുമാനമുണ്ടാക്കും, അതിൽ നിന്ന് കടം തിരിച്ചടയ്ക്കാം. അപ്പൊ കേരളത്തിന്റെ ഭാവി സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. അവർക്ക് എത്രയും കടമെടുക്കാം, നമുക്ക് കടമെടുക്കാൻ പാടില്ല. അവർക്കെന്തുമാകാം, നമുക്കൊന്നും പാടില്ല. ഇതാണ് സമീപനം. ഇനി നികുതിയുടെ കണക്ക് കൂടിയെടുക്കണം. നമ്മൾ ചോദിക്കുന്നത് സഹായമല്ല. ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, കേന്ദ്രത്തിന്റെ സഹായം എന്തോ ചോദിക്കുകയാണ്. ഒരു സഹായവും വേണ്ട. കേരളത്തിലെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയത് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടാൻ വേണ്ടിയിട്ടില്ല. ഒരു സഹായത്തിന്റെയും ആവശ്യം നമുക്കില്ല. നമ്മൾ അവരോട് ചോദിക്കുന്നത് അർഹമായ നികുതി വിഹിതം മാത്രമാണ്. എത്രയാണ് കേരളത്തിൽ നിന്ന്, വളരെ പ്രധാനപ്പെട്ട കണക്കാണ്, എത്രയാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ നികുതിയായിട്ട് പിരിക്കുന്നത് എന്നറിയാമോ? 66 ഈ വർഷം കേരളത്തിൽ നിന്ന് കേന്ദ്രം നികുതിയായി പിരിക്കുന്നത് 66,141 കോടി രൂപയാണ്. 66,141 കോടി രൂപ. എത്രയാണ് നമുക്ക് തിരിച്ചു തരുന്നത്? നികുതിയും മറ്റുമായിട്ട് തിരിച്ചു തന്നത്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതമായിട്ടും തിരിച്ചു തന്നത് എത്രയാണ്? 34,289 കോടി. അപ്പൊ ബാക്കി 32,000 കോടി എവിടെ പോയി? ബാക്കി 32,000 കോടി ഇവിടെ നിന്ന് പിരിച്ചെടുത്ത നികുതിയുടെ പകുതിയോളം കേന്ദ്ര സർക്കാർ നമുക്ക് തരാതിരിക്കുന്നു. അതാർക്കാണ് കൊടുക്കുന്നത്? അത് UP-ക്ക്, ബീഹാറിന്, ആസാമിന്, ജാർഖണ്ഡിന്, ഒഡീഷയ്ക്ക് ഒക്കെ കൊടുക്കുന്നു. നമ്മളെക്കാൾ കൂടിയ ആനുപാതിക വിഹിതം ജനസംഖ്യാനുപാതികമായി തന്നെ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. അവർക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ടതിന്റെ ഇരട്ടിയും ഇരട്ടിയിലധികവും കൊടുക്കുന്നു. UP-ക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ടതിന്റെ ഇരട്ടിയാണ് കൊടുക്കുന്നത്. നമുക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ടതിന്റെ പകുതിയാണ് തരുന്നത്. ഇതാണ് അന്യായം. കണക്കുകളുണ്ട്, എല്ലാ കണക്കും. 1-2 സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു ചാക്കോ മാഷായിട്ടുണ്ടല്ലോ എന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത്. നമ്മുടെ മോഹൻലാലിന്റെ സിനിമയിൽ ചാക്കോ മാഷില്ലേ, അപ്പൊ അത് മേടിച്ചിട്ടാണ് ഈ കണക്ക് മുഴുവൻ ഇപ്പൊ പറയാത്തത്. പൈസ കണക്കുണ്ട്, കേന്ദ്രം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നത്. ജനസംഖ്യാനുപാതികമായി നമുക്ക് കിട്ടേണ്ടതിന്റെ പകുതി പോലും കിട്ടുന്നില്ല. UP-ക്കോ അവർക്ക് ജനസംഖ്യ അനുസരിച്ച് കിട്ടേണ്ടതിന്റെ ഇരട്ടി കിട്ടുന്നു. നമുക്ക് കിട്ടുന്നത് 19,662 കോടി നികുതി മാത്രം. UP-ക്ക് കിട്ടിയത് 2,44,000 കോടി. നമ്മുടെ ജനസംഖ്യ 3.5 കോടി, അവരുടെ ജനസംഖ്യ 23.5 കോടി. അവരുടെ ജനസംഖ്യ അനുസരിച്ച് അവർക്ക് കിട്ടേണ്ടത് 1,40,40,000 കോടി. കിട്ടിയത് 2,44,000 കോടി. ഇതാണ് വിവേചനം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ നാം ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കുകയും അവർക്ക് ആനുപാതികമായി കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്ന അനീതിയെ മാത്രമാണ് നാം ചോദ്യം ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കും നികുതി വിഹിതം കൊടുക്കണം, സർക്കാരിന്റെ ധനസഹായം കൊടുക്കണം, ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു പന്തിയിൽ 2 തരത്തിൽ ഉള്ള വിളമ്പൽ പാടില്ല എന്നതാണ്.
പക്ഷഭേദം പാടില്ല എന്നതാണ് പറയുന്നത്. എന്താണ് ഈ പക്ഷഭേദം കേരളത്തോട് കാണിക്കാൻ കാരണം? കേരളത്തോട് കാണിക്കാനുള്ള കാരണം നമ്മളോടുള്ള രാഷ്ട്രീയമായ വിരോധമാണ്. ഇപ്പൊ കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ വന്ന് പറഞ്ഞു, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം നിങ്ങളുടെ പാഴ്ചെലവാണ്. എന്നിട്ട് അവർ ചോദിച്ചു, എന്തിനാണ് 64 ലക്ഷം പേർക്ക് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്? കേരളത്തിൽ 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് 1600 രൂപ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ്? രാജ്യത്ത് 60 വയസ്സ് കഴിഞ്ഞ് അനേകം പേരുണ്ടല്ലോ, ആരെങ്കിലും പെൻഷൻ കൊടുക്കുന്നുണ്ടോ? കേന്ദ്രം എത്ര കൊടുക്കുന്നത് അറിയോ? കേന്ദ്രത്തിന് കുറച്ചാൾക്കേ കൊടുക്കുന്നുള്ളൂ. കൊടുക്കുന്ന തുക തന്നെ മിനിമം 200, അഗതികൾക്ക് 200, വിധവകൾക്ക് 300, 80 വയസ്സ് കഴിഞ്ഞാൽ 500. മിനിമം 200, മാക്സിമം 500. കേന്ദ്രമന്ത്രി ചോദിക്കുകയാണ്, ഞങ്ങൾ കൊടുക്കുന്ന മാക്സിമം തുകയേക്കാൾ 3 ഇരട്ടിയിലധികം നിങ്ങൾ കൊടുക്കുകയാണ്, 1600. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പണം പാഴാക്കുന്നത്? ഈ പാഴ്ചെലവാണ് നിങ്ങളുടെ പ്രതിസന്ധിയുടെ കാരണം. 72,000 അല്ലേ ഞങ്ങൾ വീട് വെക്കാൻ കൊടുക്കുന്നത്, നിങ്ങൾ എന്തിനാണ് 4 ലക്ഷം കൊടുക്കുന്നത്? അത് വെട്ടിക്കുറച്ചാൽ നിങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാം. അതിന് കേരളത്തിന്റെ മറുപടി, നിങ്ങളുടെ വഴി വേറെ, ഞങ്ങളുടെ വഴി വേറെ. ഞങ്ങൾ പിന്തുടരുന്നത് ബദൽ സാമ്പത്തിക നയമാണ്, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങൾക്കുള്ള ഒരു ക്ഷേമാനുകൂല്യവും വെട്ടിക്കുറച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സമീപനം, വ്യത്യസ്തമായ സമീപനം, നയം, ബദൽ നയം കേരളം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുള്ളത്. ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമായത് യാദൃശ്ചികമല്ല, 0.5%, 0.55% കേരളത്തിലെ അതിദരിദ്രർ. രാജ്യത്ത് 25%. ഈ നടപടികളുടെ ഫലമായിട്ടാണ് അങ്ങനെ കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് രാജ്യത്ത് മുഴുവൻ അതുണ്ടാവുന്നത്? ദാരിദ്ര്യം ഇപ്പോഴും രൂക്ഷമാവുന്നത് അവിടെയുള്ള സമീപനം അതാണ് എന്നതുകൊണ്ടാണ്. ഇന്നത്തെ പത്രത്തിൽ വന്ന കണക്ക്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക റിപ്പോർട്ടാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കഴിഞ്ഞ 9 കൊല്ലത്തെ കർഷക ആത്മഹത്യയുടെ കണക്കെടുത്താൽ പ്രതിദിനം 30 കൃഷിക്കാർ വീതം ആത്മഹത്യ ചെയ്യുന്നു എന്നർത്ഥം. 24 മണിക്കൂറിൽ 30 കൃഷിക്കാർ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കൃഷിക്കാരന്റെ ശവപ്പറമ്പായി നമ്മുടെ രാജ്യം മാറുന്നു എന്നത് നാം പറയുന്നതല്ല, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്ന കണക്കാണ്. അതിൽ വേറൊന്നുകൂടി പറയുന്നുണ്ട്, കർഷക ആത്മഹത്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം LDF ഭരിക്കുന്ന ഈ കേരളമാണ് എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പറയാണ്. 42% വർധനവ് UP-യിലുണ്ടായി. ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യയുടെ വർധനവുണ്ടായത് ഉത്തർപ്രദേശിൽ 42%. പിന്നെ രണ്ടാമത് നിൽക്കുന്നത് മഹാരാഷ്ട്ര. കേരളത്തിൽ 30% കുറഞ്ഞു കർഷക ആത്മഹത്യ. 30% കുറഞ്ഞു എന്നാണ് NCARBയുടെ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ആ നേട്ടം കൊണ്ടാണ് കോവിഡ് കാലത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ മറ്റു 2 മന്ത്രിമാർ, കോവിഡ് കാലത്ത് അമേരിക്കയിൽ പോലും ആളുകൾ പുഴുക്കളെ പോലെ മരിച്ചു വീണുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയാണ് കേരളം അതിജീവിച്ചത് എന്ന് നാം കാണുകയുണ്ടായി. ലോകം വാഴ്ത്തിയതാണ് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിന്റെ മാതൃകയെ. ഈ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലെടുക്കും, വിദ്യാഭ്യാസം, ആരോഗ്യം, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകൾ, സാമൂഹ്യക്ഷേമം, കരുതൽ, എല്ലാ മേഖലകളിലും കേരളം രാജ്യത്തിന് മാതൃകയാണ്. അങ്ങനെ നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ട് അതിന് സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അതിന് സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട്. അത് നിങ്ങൾ വെട്ടിക്കുറച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാം എന്നാണ് കേന്ദ്രം പറയുന്നത്. കേരളം പറയുന്നത്, നിങ്ങൾ നൽകാൻ ബാധ്യതയുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാതിരുന്നാൽ ഞങ്ങൾക്കൊരു പ്രതിസന്ധിയുമില്ല എന്നതാണ്. കേരളം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, ഒരൊറ്റ പ്രതിയേയുള്ളൂ, അത് കേന്ദ്ര ഗവൺമെന്റാണ്. 57,400 കോടി രൂപ ഒറ്റ വർഷം വെട്ടിക്കുറച്ചിട്ടും കേരളം തല ഉയർത്തി നട്ടെല്ലിൽ നിവർന്ന് നിൽക്കുകയാണ് എന്നതിന്റെ ഒരു കാരണം കേരളത്തിൽ LDF സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതാണ്. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് തലകുത്തി വീഴുമായിരുന്നു. 57,400 കോടി രൂപ ഒറ്റയടിക്ക് കുറച്ചാൽ ഒരു സംസ്ഥാനം ഇരുട്ടിലേക്ക് പോകുമായിരുന്നു, പ്രതിസന്ധിയുടെ അഗാധമായ തമോഗർത്തത്തിൽ പോയി പതിക്കുമായിരുന്നു. പക്ഷെ കേരളത്തിൽ അതുണ്ടായില്ല. അതുണ്ടാവാത്തതിന്റെ കാരണം നാം നമ്മുടെ സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ചു. കേന്ദ്രം ഞെരുക്കിയിട്ടും നാം പിടിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചത്. കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ പോയാൽ കേരളത്തെ പോലെ വിവേചനം നേരിടുന്ന മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്, തമിഴ്നാടൊക്കെ പോലെ. അവർക്ക് കൂടി അത് ഒരു അനുഗ്രഹമായി, പ്രയോജനമായിട്ട് മാറും. ചിലർ പറയുന്നുണ്ടല്ലോ നവകേരള സദസ്സിലൂടെ ഞങ്ങൾ ഇക്കാര്യം ജനങ്ങളോട് പറയുകയാണ്.
ജനങ്ങളോട് മാത്രമല്ല പറയുന്നത്, സുപ്രീം കോടതിയോടും പറയുകയാണ്. ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ ദ്രോഹിക്കാമോ? ഇങ്ങനെ കടന്നാക്രമിക്കാമോ? ഇങ്ങനെ പക തീർക്കാമോ? അതാണ് കേരളം ഇതിലൂടെ ഉയർത്തുന്ന ചോദ്യം. ഒരു കാര്യം കൂടി നാം ഓർക്കണം. എന്തുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു? നമ്മുടെ കാര്യം കേന്ദ്രത്തിൽ പോയി പറയേണ്ടവരാണ് നാം തെരഞ്ഞെടുത്തയക്കുന്ന MP-മാർ. അതിലൊരാൾ ശ്രീമാരിഫ് ഇവിടെ ഇരിപ്പുണ്ട്, മറ്റൊരാൾ കോട്ടയത്ത്. ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരുടെ ശബ്ദം ഉയരുന്നതും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ MP-മാരുടെയും ശബ്ദം ഒറ്റക്കെട്ടായിട്ട് ഉയരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 4.5 കൊല്ലം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 18 MP-മാർ അനങ്ങാപ്പാറ നയമാണ് പാർലമെന്റിൽ സ്വീകരിച്ചത്. അവർ കേന്ദ്രത്തിന്റെ ഒപ്പം നിന്നു. കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടുമ്പോൾ അവര് ആഹ്ലാദിച്ചു. അവർ കരുതിയത് ഈ സർക്കാരിനെയല്ലേ ശ്വാസം മുട്ടിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്രം ആരെയാണ് ശ്വാസം മുട്ടിക്കുന്നത്? ഈ സർക്കാരിനെയല്ല, 3.5 കോടി മലയാളികളെയാണ് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 3.5 കോടി മലയാളികളെ കേന്ദ്രം ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ, റോമാ നഗരം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെ വീണ വായിച്ചിരുന്നവരാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ 18 MP-മാർ. ഇപ്പോ അവർക്കും ഒരു ഇളക്കം വന്നു, നവകേരള സദസ്സ് വന്നു. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ സമക്ഷം പറയാൻ തുടങ്ങി. ജനങ്ങളിൽ നിന്ന് ചോദ്യമുയരുമെന്ന ഭീതി വന്നു. തെരഞ്ഞെടുപ്പ് വരാറായി. അതുകൊണ്ട് ഒരു UDF MP കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് ഒരു നോട്ടീസ് കൊടുത്തു. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വിവേചനം ചർച്ച ചെയ്യണം. നോട്ടീസ് കൊടുക്കാൻ 4.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 4.5 വർഷം. ഒരു നോട്ടീസെങ്കിലും കൊടുക്കാൻ നവകേരള സദസ്സ് കൊണ്ട് അവരെ കൊണ്ടൊരു നോട്ടീസ് കൊടുപ്പിക്കാനായി